യേശുവിൽ ഏറ്റവും പ്രിയം നിറഞ്ഞ ദൈവജനമേ, ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞ നാൾ വഴികളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും നടന്നു പോകുന്നത്. നമുക്കറിയാം, ഒരു ക്രിസ്തു ശിഷ്യൻ ഒരു ശുശ്രൂഷകനാണ്, ഒരു പ്രേക്ഷിതനാണ്. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു ശിഷ്യരാകുന്നത് പ്രേക്ഷിത ദൗത്യത്തിലൂടെയാണ്. ഇന്ന് നമ്മൾ ഈ നിത്യജീവൻ ശുശ്രൂഷയെ പങ്കെടുക്കുമ്പോൾ ചിന്തിക്കാൻ പോകുന്നത് ക്രിസ്തുവിൻ്റെ പ്രേക്ഷിതരാകാൻ ദൈവം നമുക്ക് തരുന്ന 6 കാരണങ്ങളും അതിനെ തുടർന്നുള്ള നമ്മുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചാണ്. യഥാർത്ഥത്തിൽ പ്രേക്ഷിതനാണ് ഓരോ കത്തോലിക്കനും. ക്രിസ്തു ഈ ലോകത്ത് പറഞ്ഞു വെച്ച ക്രിസ്തീയതയെ ഈ ലോകത്ത് പങ്കുവയ്ക്കുന്ന പ്രേക്ഷിത ഗണങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. പ്രേക്ഷിതരെന്ന് പറഞ്ഞാൽ ശുശ്രൂഷകർ. ശുശ്രൂഷിക്കപ്പെടുന്നതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനുള്ള ഹൃദയത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴമുള്ളവരാണ് ഓരോ ക്രിസ്ത്യാനികളും. ക്രിസ്തു ശിഷ്യരെന്ന് വിളിക്കപ്പെടുന്ന നമ്മൾ ഓരോരുത്തരും. അങ്ങനെയെങ്കിൽ നമുക്കിന്ന് ഈ നിത്യജീവൻ ശുശ്രൂഷയിലേക്ക് സ്വർഗലബ്ധിക്കായി നമ്മളെ ദൈവം കൂട്ടിക്കൊണ്ടുപോകുന്നത് ലോകത്തുള്ള എല്ലാവരുടെയും മുന്നിൽ ക്രിസ്തുവിന് വേണ്ടി ഒരു പ്രേക്ഷിത വേല ചെയ്യാൻ, അല്ലെങ്കിൽ ക്രിസ്തു ശിഷ്യരായിട്ട് ജീവിക്കാൻ ദൈവം തരുന്ന കൃപയാണ്. ആമുഖമായിട്ട് ദൈവം തരുന്ന വചനത്തെ നമുക്കൊന്ന് ചിന്തിക്കാം. സങ്കീർത്തന പുസ്തകത്തിൽ 100-ാം അധ്യായത്തിൽ 2-ാം വാക്യം വചനം ഇങ്ങനെയാണ് പറയുന്നത്: സന്തോഷത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ, ഗാനാലാപനത്തോടെ അവിടുത്തെ സന്നിധിയിൽ നിങ്ങൾ വരുവിൻ. അപ്പം ദാവീദ് പറയുകയാണ്, സന്തോഷത്തോടെ ഈ ലോകത്ത് കർത്താവിന് വേണ്ടി നിങ്ങൾ ശുശ്രൂഷ ചെയ്യുവിൻ, ഗാനാലാപനത്തോടെ ദൈവസന്നിധിയിൽ നിങ്ങൾ വരുവിൻ. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വലിയ പ്രതീക്ഷ നമ്മളെക്കുറിച്ച് ദൈവത്തിന് വേണ്ടി ഏതൊരു ശുശ്രൂഷയും സന്തോഷത്തോടെ സ്വീകരിക്കുക എന്നതാണ്. ഒരു കുടുംബജീവിതം ഒരു ശുശ്രൂഷയാണ്. ദൈവം സ്ഥാപിച്ച കുടുംബത്തിൽ പങ്കുകാരാകുന്ന അപ്പൻ ആ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്നത് ഒരു ജോലിയല്ല, മറിച്ച് അതൊരു ശുശ്രൂഷയാണ്. ഒരു പുരോഹിതനാകുന്നത് ഇടവക ജനത്തിനും വേദനിക്കുന്ന ദൈവജനത്തിനും വേണ്ടി ഒരു ശുശ്രൂഷകനാകുക എന്നുള്ളതാണ്. ശുശ്രൂഷിക്കപ്പെടുന്നതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവർക്ക് ശുശ്രൂഷകരായി മോചനദ്രവ്യമായി തീരുവാൻ ദൈവം നമ്മളെ ഓരോരുത്തർ തിരഞ്ഞെടുത്തിരിക്കുക. തീർച്ചയായിട്ടും നമുക്ക് ചിന്തിക്കാം, നമ്മൾ ഓരോരുത്തരും കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാനുള്ളതാണ്. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ ശുശ്രൂഷകൾ കർത്താവിന് വേണ്ടി എപ്രകാരം ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ ജീവിതത്തിൻ്റെ സമ്പത്ത് കൊണ്ടോ ഒന്നും വലിയ ശുശ്രൂഷകരായി മാറാൻ പറ്റില്ല. മറിച്ച് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കുന്നവർക്കാണ് യഥാർത്ഥത്തിൽ ഒരു ശുശ്രൂഷ ജീവിതത്തിൻ്റെ ആത്മീയ നിറവ് ലഭിക്കുക. സങ്കീർത്തന പുസ്തകത്തിൽ 80-ാം അധ്യായത്തിൽ 17-ാം വാക്യം പറയുന്നുണ്ട്: അങ്ങയുടെ കരം അങ്ങയുടെ വലതുവശത്ത് നിർത്തിയിരിക്കുന്നവൻ്റെ മേൽ, അങ്ങയുടെ ശുശ്രൂഷ ചെയ്യാൻ ശക്തനാക്കിയ മനുഷ്യരുടെ മേൽ ഉണ്ടായിരിക്കട്ടെ. ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനയാണ്, കർത്താവേ, അങ്ങയുടെ വലത് കരം ശുശ്രൂഷകരായ ഞങ്ങൾക്ക് നേരെ അങ്ങ് നീട്ടണമേ, ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ദൈവിക ശുശ്രൂഷയ്ക്ക് ആവശ്യമായ ദൈവാനുഗ്രഹങ്ങൾ, ദൈവകൃപകൾ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ദാവീദ് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും നമ്മളെല്ലാം ദൈവിക ശുശ്രൂഷകൾക്ക് ഇറങ്ങുമ്പോൾ, മറിച്ച് നമ്മൾ എന്ത് ചെയ്താലും, പഠിപ്പിക്കുന്ന അധ്യാപകരാണെങ്കിൽ അതൊരു ശുശ്രൂഷയാണ്, നഴ്സുമാരാണെങ്കിൽ ഡോക്ടർമാരാണെങ്കിൽ അത് രോഗികളെ നോക്കുന്ന ശുശ്രൂഷയാണ്. കർത്താവ് ഏതൊരു മനസ്സോടെയോടെയാണ് ഈ ലോകത്ത് പിതാവായ ദൈവത്തിൻ്റെ ശുശ്രൂഷ നിർവഹിച്ചത്. ഈശോ രോഗികളുടെ മേൽ അനുകമ്പ തോന്നിയ മനുഷ്യനാണ്. പാപികളുടെ മേൽ അലിവ് തോന്നി അവരോട് കരുണ കാണിച്ചവനാണ്. തീർച്ചയായിട്ടും ഈശോയോടുള്ളുണ്ടായിരുന്ന ഈ ശുശ്രൂഷ കൃപയാണ് നമ്മൾ ഓരോരുത്തരും യേശു വിശ്വാസികളായിട്ട് യേശുവിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ ലഭിക്കുന്നത്. നമ്മൾ ഒത്തിരി ശുശ്രൂഷ ചെയ്യുമ്പോഴും അതിനാവശ്യമായ ഉതകുന്ന രീതിയിലുള്ളൊരു കൃപ നമുക്ക് ആവശ്യമാണ്. നമുക്ക് ചിന്തിക്കാം, 6 തരത്തിലുള്ള ശുശ്രൂഷ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. 6 തരത്തിൽ ദൈവത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവർ അല്ലെങ്കിൽ പ്രേക്ഷിത വേല ചെയ്യുന്ന വ്യക്തിയുടെ ഉള്ളിൽ കൃപയുണ്ടാണ്. ഒന്നാമത്, പൂർണ്ണമായ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കണം. നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷകൾ നമ്മളുടെ ആഗ്രഹങ്ങളോ ആവശ്യങ്ങളോ അല്ല, മറിച്ച് ദൈവ അന്വേഷണങ്ങൾ നടത്തണം. ഞാൻ ചെയ്യുന്ന ശുശ്രൂഷകളിൽ ദൈവം എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട്, ദൈവം ചെയ്യുന്ന കാര്യങ്ങളാണോ എൻ്റെ ജീവിതം വഴി ഞാൻ ചെയ്യപ്പെടുന്നത്? അതാണ് യഥാർത്ഥത്തിൽ ഒരു ശുശ്രൂഷ എന്നത്. യഥാർത്ഥത്തിൽ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ഈ ശുശ്രൂഷയിൽ കണ്ടെത്തുക എന്നതാണ് ഒരു ശുശ്രൂഷകൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ഏറ്റവും വലിയ കൃപ. നമുക്ക് 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകത്തിലെ 28-ാം അധ്യായത്തിൽ 9-ാം വാക്യത്തിൽ സോളമനോട് പറയുന്നൊരു കാര്യം, മകനെ സോളമനോട് പറയുന്നൊരു കാര്യമുണ്ട്. അതിങ്ങനെയാണ്: നിന്റെ പിതാവിൻ്റെ ദൈവത്തെ നീ അറിയുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ സമ്മതത്തോടും
കൂടെ അവിടുത്തെ ശുശ്രൂഷിക്കുകയും ചെയ്യുക. അവിടുന്ന് ഹൃദയങ്ങൾ പരിശോധിച്ച് എല്ലാ ആലോചനകളെയും വിചാരങ്ങളെയും മനസ്സിലാക്കുന്നു. അന്വേഷിച്ചാൽ നീ അവിടുത്തെ കണ്ടെത്തും, ഉപേക്ഷിച്ചാൽ നീ എന്നേക്കും പരിത്യജിക്കപ്പെടും. സ്നേഹമുള്ളവരെ, സോളമനോട് പറയുന്ന ഒരു ദൈവ വചനഭാഗമാണ്, നിന്റെ പിതാവിൻ്റെ ദൈവത്തെ അറിയുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് കിട്ടിയ വിശ്വാസത്തെ അറിയുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നിട്ട് എന്ത് ചെയ്യണം? അത് പൂർണ്ണ സമ്മതത്തോടുകൂടെ അവിടുത്തെ ശുശ്രൂഷിക്കാൻ വേണ്ടി ഉപയോഗിക്കണം. ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ്, ഞാൻ കർത്താവിനെ അറിഞ്ഞ വ്യക്തിയാണ്. എന്നാൽ ഞാൻ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്തിട്ടുണ്ടോ? കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്തിട്ടുണ്ടോ? എൻ്റെ പേരിന് വേണ്ടി, എൻ്റെ പെരുമയ്ക്ക് വേണ്ടി ഞാൻ ചെയ്തു കൂട്ടുന്ന ശുശ്രൂഷകളാണോ എൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടും? മറിച്ച് ദൈവവചനം പറയുകയാണ്, നീ അറിഞ്ഞ വിശ്വാസം, നിന്റെ പാരമ്പര്യത്തിലൂടെ നീ അനുഭവിച്ച വിശ്വാസ സത്യത്തെ നീ പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ ശുശ്രൂഷിക്കാൻ ഒരുങ്ങിയിട്ടുണ്ടോ? തുറന്നു പറയുകയാണ്, അവിടുന്ന് ഹൃദയങ്ങൾ പരിശോധിച്ച് എല്ലാ ആലോചനകളെയും വിചാരങ്ങളെയും മനസ്സിലാക്കുന്നു. ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുന്നവൻ്റെ ഹൃദയ വിചാരങ്ങളെ ദൈവം അറിയുന്നുണ്ട്. അവൻ ഏത് വിചാരത്തോടെയാണോ ഈ ശുശ്രൂഷ ചെയ്യുന്നത്, ഏത് മനോഭാവത്തോടെയാണോ അവന് ചെയ്യുന്നത്, പേരിന് വേണ്ടിയും പ്രശസ്തിക്ക് വേണ്ടിയും പണത്തിനും വേണ്ടിയിട്ടാണോ ഇവൻ ഈ ശുശ്രൂഷ ചെയ്യുന്നത്? മറിച്ച് ഇവൻ എനിക്ക് വേണ്ടിയിട്ടാണോ, ദൈവരാജ്യത്തിന് വേണ്ടിയിട്ടാണോ, ദൈവഹിതങ്ങൾക്ക് വേണ്ടിയിട്ടാണോ ഇവനൊരു ശുശ്രൂഷകനായി മാറിയത്? തുടർന്ന് വചനം പറയാണ്, അന്വേഷിച്ചാൽ നീ അവിടുത്തെ കണ്ടെത്തും, ഉപേക്ഷിച്ചാൽ നീ അവിടുത്തെ പരിത്യജിക്കും. ദൈവത്തെ അന്വേഷിക്കുന്നവരാകുമ്പോഴാണ് അപൂർണത പ്രേക്ഷിതത്വത്തിൽ നമുക്ക് വരുന്നത്. ഒരു ശുശ്രൂഷ ജീവിതത്തിൽ പൂർണ്ണത വരും. അന്വേഷിക്കണം, എന്നും കണ്ടെത്താനുള്ളൊരാഗ്രഹം നമുക്കുണ്ടാകണം. നമ്മൾ രണ്ടാമത്തെ കാര്യം, യേശുവിനെ പൂർണ്ണമായി അനുഗമിക്കുക. ഒരു ശുശ്രൂഷകൻ്റെ ജീവിതത്തിൽ, ഒരു പ്രേക്ഷിതൻ്റെ ജീവിതത്തിൽ, ഒരു പ്രേക്ഷിതയുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഒരു വൈദികനാകുന്ന ശുശ്രൂഷകൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്, എല്ലാവരുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ദൈവത്തെ അന്വേഷിക്കാനുള്ളൊരു കൃപ, പൂർണ്ണമായി അനുഗമിക്കാനുള്ളൊരു ആഗ്രഹം. നമ്മൾ അനുഗമിക്കുമ്പോഴാണ് ആ അനുഗമനത്തിൽ നിന്നൊരു കൃപ നമുക്ക് സ്വന്തമാകുന്നു. ലൂക്കായുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ 11-ാം വാക്യം പറയുക, വള്ളങ്ങൾ കരയ്ക്ക് അടുപ്പിച്ച ശേഷം എല്ലാം ഉപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു. ഇത് ശിഷ്യരെക്കുറിച്ച് പറയുന്ന, ഈശോയുടെ പ്രേക്ഷിത ദൗത്യത്തിൽ ഈശോയുടെ കൂടെ നിന്ന പത്രോസ്, പൗലോസ് സ്ലീഹന്മാർ, അതുപോലെ 12 അപ്പസ്തോലന്മാർ, ഇവരെക്കുറിച്ച് വചനം പറയുകയാണ്, വള്ളങ്ങൾ കരയ്ക്ക് അടുപ്പിച്ച് എന്നിട്ട് എന്തു ചെയ്തു? അവരെല്ലാം ഉപേക്ഷിച്ചു. അവർക്കുള്ളതെല്ലാം ഉപേക്ഷിച്ച് ദൈവത്തോടൊപ്പം അവർ നടന്നു. തീർച്ചയായിട്ടും ഉപേക്ഷകൾ അപേക്ഷകളായിട്ട് മാറും, അപേക്ഷകൾ അനുഗ്രഹങ്ങളായിട്ട് മാറും. ഉപേക്ഷിക്കുന്നവന് അപേക്ഷിക്കാനുള്ളൊരു അവകാശമുണ്ട്, അപേക്ഷിക്കുന്നവന് ലഭിക്കാനുള്ള അനുഗ്രഹത്തിൻ്റെ കൃപയുമുണ്ട്. ഞങ്ങളവരെ തുടർന്ന് വചനം പറയുകയാണ്, ലൂക്കായുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ 27-28 തിരുവചനം പറയുകയാണ്, ഇതിനുശേഷം അവൻ പോകും വഴി ലേവ്യ എന്നൊരു ചുങ്കസ്ഥലത്ത് ചുങ്കം പിരിക്കുന്ന ഒരുവനെ കണ്ടു. എന്നെ അനുഗമിക്കുക എന്ന് യേശു അവനോട് പറഞ്ഞു. അവനെല്ലാം ഉപേക്ഷിച്ച് എഴുന്നേറ്റ് അവനെ വെച്ചു. നമുക്കറിയാം, വചനത്തിൽ പറയുന്നൊരു വ്യക്തിയാണ് ചുങ്കസ്ഥലത്തുള്ള ആ വ്യക്തി. ലേവിയയുടെ ഗോത്രത്തിൽപ്പെട്ടവൻ, ചുങ്കസ്ഥലത്ത് നിന്ന് ചുങ്കം പിരിച്ചിരുന്ന ഒരുവൻ ദൈവത്തെ അനുഗമിക്കുന്നു. എല്ലാം ഉപേക്ഷിക്കുകയാണ്. അവൻ്റെ കയ്യിലുള്ള സമ്പത്തിനെ എല്ലാം ഉപേക്ഷിച്ചു പോകും. അനുഗമനത്തിൽ ചിലപ്പോൾ നഷ്ടങ്ങൾ സംഭവിക്കാം. കർത്താവിൻ്റെ ഒരു പ്രേക്ഷിതന് ഒത്തിരി ലാഭങ്ങൾ ഈ ഭൂമിയിൽ പ്രതീക്ഷിക്കേണ്ട. തീർച്ചയായിട്ടും ഒരു സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നവൻ്റെ കയ്യിൽ 0 ബാലൻസ് തന്നെയായിരിക്കും. എന്നാൽ അവൻ്റെ നിക്ഷേപം എന്ന് പറയുന്നത് ദൈവത്തിനായിരിക്കും. ദൈവം അവനെ കൈവിടില്ല. അവൻ്റെ അപ്പക്കുട്ടകൾ ചിലപ്പോൾ ഒന്നുമില്ലാത്ത രീതിയിൽ, ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ ഒന്നുമില്ലാത്തൊരവസ്ഥയുണ്ടാകും. എന്നാൽ ദൈവം ആരെയൊക്കെ കൂട്ടിക്കൊണ്ടുവന്ന് അവൻ്റെ അന്നത്തിന് വേണ്ടി ദൈവം വഴിയൊരുക്കും. കാരണം അവനൊരുക്കാൻ പറ്റില്ല, അവനുള്ള സാധ്യതയില്ല. ദൈവം അവന് ചില സാധ്യതകൾ. അതാണ് പ്രേക്ഷിത ദൗത്യം എന്ന് പറയുന്നത്. ഒരു പ്രേക്ഷിതൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകൻ എന്ന് പറയുന്നത് ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണ്. അതുകൊണ്ട് യേശുവിനെ പൂർണ്ണമായി അനുഗമിക്കുക. ഇതാണ് രണ്ടാമത്തെ കാര്യം. ഒന്നാമത് നമ്മൾ പറഞ്ഞു പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുക. രണ്ടാമത്തത് യേശുവിനെ പൂർണ്ണമായി അനുഗമിക്കുക. മൂന്നാമത്തെ കാര്യം, സ്നേഹമുള്ളവരെ, അദൃശ്യമായതിൽ ലക്ഷ്യം വയ്ക്കുന്നവനാണ് യഥാർത്ഥ പ്രേക്ഷിതൻ. പലപ്പോഴും ഈ കാലഘട്ടങ്ങളിൽ മനുഷ്യർ പറയാറുണ്ട്, ആരും ഞങ്ങളെ മനസ്സിലാക്കുന്നില്ല. ഞങ്ങൾക്ക് ഒത്തിരി ദൈവം കൃപ തന്നിട്ടുണ്ട്, ഒത്തിരി ഞങ്ങളെ വളർത്തിയിട്ടുണ്ട്, എന്നാൽ ദൈവം ഞങ്ങളെ ദൈവമല്ല, ഞങ്ങളെ ശുശ്രൂഷ ചെയ്യുന്നവരെ ആരും മനസ്സിലാക്കുന്നില്ല. സ്നേഹമുള്ളവരെ, അദൃശ്യമായത് ലക്ഷ്യം വയ്ക്കുന്നവനെ ഈ ലോകത്ത് ആരും പരിഗണിക്കണമെന്നില്ല, അവൻ്റെ കൃപകളെ ആരും മനസ്സിലാക്കണമെന്നില്ല. ദൈവം അദൃശ്യമായി ലക്ഷ്യം വെച്ചവനെ ദൈവം ചില സമയത്ത് കരുതുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. വചനം പറയാണ്, 2 കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം, ഞങ്ങൾ വസിക്കുന്ന ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും കരങ്ങളാൽ നിർമ്മിതമായ
മറ്റെല്ലാതും ശാശ്വതവും ദൈവത്തിൽ നിന്നുള്ളതുമായ സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ടതുകൊണ്ട് ഞങ്ങൾ അറിയുന്നു. അപ്പോൾ നമുക്കൊരു സ്വർഗീയ ഭവനമുണ്ട്. ദൃശ്യമായ പലതിലും നമ്മൾ ആശ്രയം കണ്ടെത്തുമ്പോൾ അദൃശ്യമായ ദൈവ സാന്നിധ്യത്തിൽ അതാണ് പൗലോസ്ലീഹ പറയുന്നത്, ഞങ്ങൾ വസിക്കുന്ന ഭവനം ഭൗമികമാണ്, ഉടഞ്ഞു പോകാം, നശിച്ചു പോകാം, എന്നാൽ സ്വർഗീയ ഭവനമുണ്ട്. അതിൽ ലക്ഷ്യമാക്കുന്നവനാണ് യഥാർത്ഥ ശുശ്രൂഷകൻ, യഥാർത്ഥ ശുശ്രൂഷ ജീവിതം നയിക്കുന്ന വ്യക്തി. 2 കൊരിന്ത്യർ എഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായം 18-ാം വാക്യം പറയാണ്, ദൃശ്യമായവയല്ല അദൃശ്യമായവയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ദൃശ്യങ്ങൾ നശ്വരങ്ങളും അദൃശ്യങ്ങൾ അനശ്വരങ്ങളുമാണ്. കണ്ടോ, ദൈവത്തിൻ്റെ വചനം ശക്തമായിട്ട് പറയുക. ഒരു ശുശ്രൂഷ ജീവിതത്തിൽ, ഒരു പ്രേക്ഷിത ദൗത്യത്തിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ നമ്മൾ ദൃശ്യമായവരല്ല, അദൃശ്യമായ ലക്ഷ്യം വെക്കണം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ആരും ഞാൻ ഒരു കാലഘട്ടത്തിൽ ശുശ്രൂഷകരായി ജീവിക്കുന്ന മക്കളെ ശ്രദ്ധിച്ചു, ആരെയും മൈൻഡ് ചെയ്യാതെ ഒറ്റയ്ക്ക് പോയിട്ടിരിക്കും, ആരെയും ശ്രദ്ധിക്കും. എന്നാൽ നിങ്ങൾക്കറിയോ സ്നേഹമുള്ളവരെ, ദൈവം അവരെ കാണിച്ചു കൊടുക്കും. നല്ല വൈദികർക്ക് അവരെ കാണിച്ചു കൊടുക്കും. നല്ലൊരു ശുശ്രൂഷനാണ്. കാരണം ആരുടെ മുന്നിലും ഒരു ഗമ കാണിക്കാതെ ഒരു ചാപ്പലിൽ ഒതുങ്ങിക്കൂടി കൃപ വർദ്ധിക്കുന്നത് തോട് എളിമ വർദ്ധിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നമുക്ക് ശുശ്രൂഷ ജീവിതത്തിൽ കിടക്കുമ്പോൾ നമ്മളെല്ലാവരെയും കാണിച്ചു കൂട്ടുകയാണ്, എനിക്ക് ആ കൃപയുണ്ട്, ഈ കൃപ. അതല്ല സ്നേഹമുള്ളവരെ, കൃപകളെല്ലാം ദൈവം വെളിപ്പെടുത്തണം. മറിച്ച് മനുഷ്യനെ തന്നെ വെളിപ്പെടുത്തുമ്പോൾ ഈ വചനം പറഞ്ഞ പോലെ ദൃശ്യമായവല്ല അദൃശ്യമായവരാണ് നമ്മുടെ ലക്ഷ്യം. ദൃശ്യങ്ങൾ നശ്വരങ്ങളാണ്, അത് അധികം കാലം നീണ്ടു നിൽക്കില്ല. എന്നാൽ അദൃശ്യങ്ങൾ, ആരും കാണാതെ ഒറ്റയ്ക്കിരുന്ന് ശുശ്രൂഷ ജീവിതത്തെ നയിക്കുന്ന പലരെയും ദൈവങ്ങളുണ്ട്. മദർ തെരേസയുടെ ശുശ്രൂഷകൾ ആരും അറിഞ്ഞിരുന്നില്ല സ്നേഹമുള്ളവരെ. എന്നാൽ വഴിയോരങ്ങളിൽ കണ്ടു, ഒരു വിദേശ സ്ത്രീ ഒരു ഇന്ത്യയിലെ ഡൽഹിയുടെ തെരുവുകളിലെ പാവപ്പെട്ട മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്, അത് ദൃശ്യമാക്കിയത് ദൈവമാണ്. അല്ലാതെ മദർ ഒരിക്കലും മദറിൻ്റെ ജീവിതത്തെ ദൃശ്യമാക്കിയിട്ടില്ല. അദൃശ്യമാക്കി വെച്ച ചില ശുശ്രൂഷകളെ ദൈവം ലോകത്തിന് മുന്നിൽ ദൃശ്യമാക്കി മാറ്റി. അതുകൊണ്ട് ഇന്ത്യൻ ഗവൺമെൻറ് പോലും സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം നൽകാൻ ഈ അമ്മയെ അതിലേക്ക് വയ്ക്കണമെങ്കിൽ അത് കാരണം എന്നറിയോ, അത് അദൃശ്യമായതിനെ ദൈവം ദൃശ്യമാക്കുന്ന ഒരു ആത്മീയ അനുഭവം. അതാണ് ശുശ്രൂഷ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ മൂന്നാമത്തത്, അദൃശ്യമായ ലക്ഷ്യം വയ്ക്കുമ്പോഴാണ് നമുക്ക് സ്വർഗത്തിൻ്റെ നിക്ഷേപങ്ങളെ സ്വന്തമാക്കാൻ കഴിയുക. നാലാമത്തത്, ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്. ഏതൊരു വ്യക്തിയുടെയും ശുശ്രൂഷ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ക്രിസ്തു മഹത്വപ്പെടണം. പലപ്പോഴും മഹത്വപ്പെടുന്നത് വ്യക്തിയാണ്, ക്രിസ്തു അല്ല. പലപ്പോഴും ആ മഹത്വങ്ങളൊന്നും നിലനിൽക്കുന്നില്ല, അതെല്ലാം ഇല്ലാതെയായി പോവുകയാണ്. പലപ്പോഴും ഞാനും നിങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യുമ്പോൾ പലരും നമ്മളെ നല്ലതെന്ന് പറഞ്ഞ് മഹത്വപ്പെടുത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയുക, പലപ്പോഴും നമ്മുടെ വളർച്ചയ്ക്ക് ഈ മഹത്വപ്പെടുത്തുന്ന ചില വാക്കുകൾ നമ്മളെ താഴ്ത്തിക്കിട്ടുന്നതായിട്ട് മാറാറുണ്ട്. ഞാൻ ചിന്തിക്കാറുണ്ട്, ഇപ്പോൾ ഒരു വൈദികൻ എന്നെ നോക്കി പറയാണ് നല്ല അച്ഛനാണെന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ എൻ്റെ ജീവിതത്തിലെ ചില പാപ സാഹചര്യങ്ങളിൽ ആ വൈദികൻ്റെ മുന്നിൽ കുമ്പസാരിക്കാൻ എൻ്റെ ഉള്ളിൽ ഈ നല്ലതെന്ന് പറഞ്ഞ ചില വാക്കുകൾ എന്നെ ചിലപ്പോൾ അനുവദിക്കില്ല. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ആരും താഴ്ത്തിക്കെട്ടണമെന്നല്ല അച്ഛൻ പറഞ്ഞത്. നല്ലതെന്നിൻ്റെ പുറകെ ഞാൻ പലപ്പോഴും എൻ്റെ നന്മകളെ ഉയർത്താതെ വരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ലത് പലപ്പോഴും നമ്മൾ താഴ്ത്തിക്കെട്ടാറുണ്ട്. ക്രിസ്തുവിൻ്റെ മഹത്വപ്പെടുത്തുക, അതാണ് വളരെ പ്രധാനപ്പെട്ടത്. എൻ്റെ ജീവിതം ക്രിസ്തുവിൻ്റെ മഹത്വം നൽകണം. എൻ്റെ കണ്ണുകളിൽ നോക്കുന്നവർക്ക് ക്രിസ്തുവിനെ കാണാൻ പറ്റണം. എൻ്റെ വാക്കുകളിൽ ക്രിസ്തുവിന് മഹത്വം ഉണ്ടാകണം. അതാണ് ഏറ്റവും വലിയ ഒരു ശുശ്രൂഷകൻ്റെ, ഒരു പ്രേക്ഷിതൻ്റെ, അല്ലെങ്കിൽ ഒരു ശുശ്രൂഷ ജീവിതം നയിക്കുന്നവൻ്റെ ഏറ്റവും വലിയ കൃപ. ഫിലിപ്പിക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 1-20 അധ്യായം 20 മുതൽ 23 വരെ മനോഹരമായ വചനമാണ്. അതിങ്ങനെ പറയുന്നത്, ആകയാൽ എനിക്ക് ഒന്നിലും ലജ്ജിക്കേണ്ടി വരികയില്ല. ക്രിസ്തുവിന് മഹത്വം കൊടുക്കേണ്ടവന് ഒന്നിനും ലജ്ജിക്കേണ്ട. എന്നിട്ട് പറയാം, മറിച്ച് പൂർണ്ണ ധൈര്യത്തോടും എപ്പോഴും എന്ന പോലെ ഇപ്പോഴും ക്രിസ്തു എൻ്റെ ശരീരത്തിൽ ജീവിതം വഴിയോ മരണം വഴിയോ മഹത്വപ്പെടണമെന്ന് എനിക്ക് തീവ്രമായ ആഗ്രഹവും പ്രതീക്ഷയുണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതം വഴിയോ എൻ്റെ മരണം വഴിയോ ക്രിസ്തു മഹത്വപ്പെടണമെന്ന് ഒരു വ്യക്തി ആഗ്രഹിക്കണം. അതാണ് ഒരു ശുശ്രൂഷകൻ. തുടർന്ന് വചനം പറയുക, പൗലോസ് ഫിലിപ്പിക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മളെ പഠിപ്പിക്കുക, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. ഒരു പ്രേക്ഷിതൻ്റെ, ഒരു ശുശ്രൂഷകൻ്റെ ജീവിതത്തിൽ മരണവും ജീവിതവും ക്രിസ്തുവായി മാറണമെന്നാണ് പൗലോസ് പഠിപ്പിക്കുന്നത്. തുടർന്ന് പറയുകയാണ്, ശാരീരികമായി ഇനിയും ഞാൻ ജീവിക്കുകയാണെങ്കിൽ ഫലപ്രദമായി ജോലി ചെയ്യാൻ സാധിക്കും. ശാരീരികമായി ഞാൻ ഈ ലോകത്ത് ജീവിച്ചാലും ഫലപ്രദമായി ഞാൻ ജീവിക്കാൻ സാധിക്കും. എങ്കിലും
ഏതാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവ രണ്ടിനുമിടയിൽ ഞാൻ ഞെരുങ്ങുന്നു. എങ്കിലും എൻ്റെ ആഗ്രഹം മരിച്ച് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കാനാണ്. കാരണം ഇതാണ് കൂടുതൽ ശ്രേഷ്ഠം. എൻ്റെ മരണത്തിന് ശേഷം എൻ്റെ ഈ ശുശ്രൂഷ ജീവിതം, എൻ്റെ പൗരോഹിത്യ ജീവിതം കർത്താവിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് പറയുന്നതാണ് എൻ്റെ പൗരോഹിത്യത്തിൻ്റെ മഹിമ. മനസ്സിലാവുള്ളവരെ, നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്. ഒത്തിരി പാവങ്ങളെ സഹായിക്കുന്നു, ഒത്തിരി പേർക്ക് ഭക്ഷണം കൊടുക്കുന്നു, പാവപ്പെട്ടവരുടെ കൂടെ ഇരിക്കുന്നു. എന്നാൽ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്നതായി മാറിയില്ലെങ്കിൽ പലപ്പോഴും ഒന്നും അല്ലാതെയായിപ്പോവും. പലരും ചെയ്തു കൂട്ടുന്നത് പലതും ക്രിസ്തുവിനോട് മഹത്വപ്പെടുത്താനല്ല, സ്വയം മഹത്വപ്പെടുത്താനും ചെയ്തതെല്ലാം ക്രിസ്തു അംഗീകരിക്കുന്നതാണെന്നുള്ള ചിന്തയാണ്. തീർച്ചയായിട്ടും നന്മകളെല്ലാം ദൈവം അംഗീകരിക്കും. എന്നാൽ ഹൃദയത്തിൽ നന്മയില്ലെങ്കിൽ ചെയ്തു കൂട്ടിയ പുണ്യങ്ങളുടെ എണ്ണം കൊണ്ട് സ്വർഗത്തിൽ പോകാമെന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടാകുന്നതിനേക്കാൾ നല്ലതാണ്. അതാണ് ദൈവവചനം പറയുന്നത്. അതുകൊണ്ട് ലജ്ജിക്കേണ്ടി വരികയില്ല. കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുമ്പോൾ ലോകത്തെല്ലാവരും കളിയാക്കാം, ഒറ്റപ്പെടുത്താം. ശുശ്രൂഷകരുടെ ജീവിതത്തിൽ സഹനം ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയോ, സ്വർഗം നിങ്ങളെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വർഗത്തിലേക്ക് നിങ്ങൾ ദൈവം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വർഗത്തിൻ്റെ വിശുദ്ധിയുടെ കോണുകളിലേക്ക് നിങ്ങളെ ദൈവം ചേർത്ത് വെക്കുകയാണ് എന്നുള്ളതാണ്. 2 കൊരിന്ത്യർ എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായം 9-ാം വാക്യം പറയുക, അടുത്തായാലും അകലെയായാലും അവിടുത്തെ പ്രസാദിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ദൈവത്തിൻ്റെ അടുത്തിരുന്നാലും അകലിയിരുന്നാലും പ്രസാദിപ്പിക്കുക, ദൈവത്തെ പ്രസാദിപ്പിക്കുക. എന്തുകൊണ്ടെന്നാൽ ഓരോരുത്തരും തങ്ങളുടെ ശാരീരികതയിൽ ചെയ്തു നന്മ തിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കുന്നതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപിൽ നിൽക്കേണ്ടി വരും. ഞാനും നിങ്ങളും ചെയ്ത നന്മ തിന്മകൾക്ക് ന്യായാസനത്തിൻ്റെ മുന്നിൽ, ദൈവിക നീതിപീഠത്തിന് മുന്നിൽ യുഗാന്ത്യ സമയത്ത് ദൈവം തനത് വിധിക്കായിട്ട് നമ്മളെ കൊണ്ടു നിർത്തുമ്പോൾ ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. യുഗാന്ത്യകാലത്ത് നമ്മളെ ദൈവം കൊണ്ടു നിർത്തും. അവിടെ നീ ചെയ്ത നന്മകൾ നന്മയായിട്ടുണ്ടോ എന്ന് നിനക്ക് അന്ന് മനസ്സിലാവും. നീ ചെയ്ത തിന്മകൾ തിന്മയായിട്ട് തന്നെ കിടക്കുന്നു എന്ന് നിനക്ക് മനസ്സിലാവും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, തിരിച്ചറിയുക, ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തണം. ഈ ശരീരത്തിൽ, കഴിവുകളിൽ, മനസ്സുകളിൽ, കൃപകളിൽ എല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തണം. പലപ്പോഴും ചില കഴിവ് കിട്ടിയ മക്കളൊന്നും ദൈവത്തെ മഹത്വപ്പെടുത്തും. ലോകത്തെ ഒത്തിരി മഹത്വപ്പെടുത്തി കയ്യടികൾ മേടിക്കും. അവസാന മരണസമയത്തോ അല്ലെങ്കിൽ കഴിവിൻ്റെ പല കാര്യങ്ങളിലോ ദൈവത്തെ മഹത്വപ്പെടുത്താതെ പോയിട്ടുണ്ട്. ഒരിക്കലും എൻ്റെ ഒരു സുഹൃത്ത്, നല്ല പാട്ടുപാടാനുള്ള കഴിവുള്ളൊരു കൊഞ്ച്, ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി പാട്ടുകൾ പാടിയിരുന്നു. പണ്ട് ദൈവ ശുശ്രൂഷയിൽ നിന്ന് പാട്ടുപാടി ദൈവത്തിൽ നിന്ന് കൃപ ലഭിച്ച് അവളെ വളർച്ചയിലേക്ക് ദൈവം കൊണ്ടുപോയി. എന്നാൽ പിന്നീട് ഒരിക്കലും ദൈവിക കാര്യങ്ങൾക്ക് വിളിച്ചാൽ സമയമില്ല. അതിനൊരു കുറച്ച് സമയം കൊടുക്കാൻ, ദൈവത്തിന് നന്ദി പറയാൻ സമയമില്ല. അവസാനം എന്തുണ്ടായി? ആ ഒരു സംഗീത ആ കൂട്ടായ്മയിൽ നിന്ന് തന്നെ അവൾ മാറ്റപ്പെടുക. കുടുംബത്തിൽ പല പ്രശ്നങ്ങൾ, അത് അവളുടെ പ്രശ്നമല്ല. അവളുടെ ഉള്ളിൽ ദൈവം തന്നതിന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ എപ്പോഴെങ്കിലും സമയമാണ്. എനിക്ക് ഒത്തിരി പരിചയമുള്ള, എനിക്ക് ഒത്തിരി സ്നേഹമുള്ള ഒരു വ്യക്തിത്വമാണ്, ശുശ്രൂഷ ജീവിതം നിൽക്കുന്ന ഒരു വ്യക്തിയാണ് മ്യൂസിക് ഡയറക്ടറായ അൽഫോൺസ് ജോസഫ്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് സ്നേഹമുള്ളവരെ, ഇത്രയും വലിയൊരു മ്യൂസിക് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന അവസരങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്താറില്ല. റെക്സ്പാൻഡ് ടീം നമുക്കറിയാം, ജീസസ് യൂത്തിലെ റെക്സ്പാൻഡ് ഗ്രൂപ്പ് വർഷത്തിലൊരിക്കൽ അവർ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ അവരുടെ എല്ലാ ജോലിയും മാറ്റിവെക്കും. അതിലെല്ലാവരും ഉണ്ട്, സ്റ്റീഫൻ ഡേവസി ഉണ്ട്, എല്ലാവരും ഉണ്ട്. അവരൊക്കെയും മീഡിയയിൽ ഒത്തിരി നിറഞ്ഞിരിക്കുന്നതാണെങ്കിലും വർഷത്തിലൊരിക്കൽ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ അവർ കുറച്ച് നാൾ മാറ്റിവെക്കും. തീർച്ചയായിട്ടും ആ മഹത്വം നമ്മൾ കൊടുക്കണം. തന്ന കഴിവിന് ദൈവത്തിന് നന്ദി പറയുന്നതാണ് ഏറ്റവും വലിയ കൃപയെന്നറിയാം. 5-ാമതായിട്ട് ആത്മാവിൽ നമ്മൾ ജ്വലിക്കണം. ഒരു ശുശ്രൂഷകൻ എന്നത് തളർന്നിരിക്കാനുള്ള, ആരും അംഗീകരിച്ചില്ലെങ്കിലും എന്നും ആത്മാവിൽ ജ്വലിക്കുന്നവനായിട്ട് മാറണം. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 12-ാം അധ്യായം 11 മുതൽ 12 വരെ, തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്നു. പ്രത്യാശയിൽ സന്തോഷിക്കുവൻ, ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കും, പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവൻ. ഇത് ഒരു വ്യക്തിയെ ജ്വലിപ്പിക്കുന്നതാണ്, ഒരു ശുശ്രൂഷകനെ ജ്വലിപ്പിക്കുന്ന കാര്യമാണ്. ഒന്ന്, തീഷ്ണതയിൽ മാന്യം കൂടരുത്. ആദ്യം ഉണ്ടായിരുന്ന ആത്മാവിൻ്റെ തീഷ്ണത എന്നും ജ്വലിപ്പിക്കാനായിട്ട് പരിശ്രമിക്കണം. 2, പ്രത്യാശയിൽ നമ്മൾ സന്തോഷിക്കണം. നമുക്കൊരു പ്രത്യാശ വേണം ജീവിതത്തിൽ, ദൈവം എൻ്റെ കൂടെയുണ്ടെന്നുള്ളൊരു പ്രത്യാശ. ചിലപ്പോഴേക്കും ശുശ്രൂഷകർക്ക് ഒട്ടും പ്രത്യാശയില്ല. ഒരു കൊറോണ വന്നു, ഒരു പ്രതിസന്ധി വന്നു, ദൈവം അവിടെ പോയി, അങ്ങനെ പ്രത്യാശ കൈവിട്ട് ഓടുന്നവരായിട്ട് പല ജീവിതങ്ങളും, ശുശ്രൂഷ ജീവിതങ്ങളും അകന്നുപോയെന്നായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കണം, പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കണം. അവിടെയാണ് ആത്മാവിൽ ജ്വലിക്കുക. ശുശ്രൂഷകൻ്റെ ജ്വലനം നടക്കുന്ന അവിടെയാണ്. അവസാനമായിട്ട് 6-ാമതായിട്ട് ദൈവവചനം നമ്മൾ പറയുന്നത് സഭയുടെ ഉത്കർഷത്തിനായി യത്നിക്കുക.
ഒരു ശുശ്രൂഷകൻ്റെ ജീവിതം സഭയോട് ചേർന്ന് നിൽക്കുന്നതായിരിക്കണം, സഭയെ വളർത്തുന്നതായിരിക്കണം, സഭയുടെ സ്നേഹ കൂട്ടായ്മയിലുണ്ടാകണം, സഭയെ അനുസരിക്കണം, സഭ പറയുന്നതിൻ്റെ കൂട്ടായ്മകളൊന്നും ചേർന്ന് നിൽക്കണം. നമുക്കറിയാം, സഭയിലെ ഒരു വലിയ ശുശ്രൂഷകനായിരുന്നു പാതിരുപ്പിയോ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സഭ അദ്ദേഹത്തെ തെറ്റിദ്ധാരണ കൊണ്ട് അദ്ദേഹത്തിന് മുറിയിൽ അടച്ചിട്ടൊരു കാലം ഉണ്ടായിരുന്നു. കാരണം വിശുദ്ധ കുർബാന ചെല്ലുവാനുള്ള അനുവാദങ്ങളൊക്കെ അദ്ദേഹത്തിന് കോമൺ ആയിട്ട് പൊതുജനത്തിന് മുന്നിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ടുള്ള തടസ്സങ്ങളുണ്ടായി. അന്ന് ആരോടും ഒരു പരാതിയും പറയാതെ ആ കൊവേന്തയുടെ ആശ്രമത്തിൻ്റെ ഒരു 4 ചുമരുകൾക്കുള്ളിൽ ആ മുറിയിൽ കിടന്നുറങ്ങി. ഇന്നും ആ മുറി ഒരു വിശുദ്ധൻ കിടന്ന മുറിയായിട്ടാണ് സൂക്ഷിക്കപ്പെട്ടത്. നമുക്കും ഇതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏകാന്തതകളിൽ, ശുശ്രൂഷകളിൽ ഒറ്റപ്പെടലുകളും വേദനകളും വരുമ്പോൾ നമ്മളിരുന്ന മുറിയിൽ എന്തു ചെയ്യും? പ്രാർത്ഥിച്ച് അത് കൃപയാക്കി മാറ്റാതെ കുറ്റം വിധിച്ചും സഭയിൽ നിന്ന് അകന്നുപോയും സഭയിൽ നിന്ന് പോയ സെറ്റുകൾക്കെതിരെ കുറ്റം വിധിച്ചും എവിടെയെങ്കിലും ഒരു നന്മ കാണുമ്പോൾ അതിനെതിരെ ഒത്തിരി പേര് ആക്രോശിക്കുമ്പോൾ അത് കേട്ടിട്ട് മനസ്സിൽ നൊമ്പരം ഉണ്ടാകുന്ന ശുശ്രൂഷകരായിട്ടല്ല, അതിൻ്റെ സത്യം എന്താണെന്ന് തിരിച്ചറിയുന്നവനാ ഒരു കത്തോലിക്കനായിട്ട് മാറേണ്ടത്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഇന്നത്തെ വചനം പറയാം, എഫെസോസുകാർക്ക് എഴുതിയ ലേഖനത്തിന് 4-ാം അധ്യായം 12-13, ഇത് വിശുദ്ധരെ പരിപൂർണനാക്കുന്നതിനും ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും ക്രിസ്തുവിൻ്റെ ശരീരത്തെ പണിതുയർത്തിനും വേണ്ടിയാണ് വിശ്വാസത്തിൻ്റെ ഐക്യത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പൂർണ്ണജ്ഞാനത്തിലും എല്ലാവരും എത്തിച്ചേരുകയും ക്രിസ്തുവിൻ്റെ പരിപൂർണതയുടെ അളവനുസരിച്ച് പക്വതയാർന്ന മനുഷ്യരായി വളരുകയും ചെയ്യാൻ ഇത് തുടരേണ്ടിയിരിക്കുന്നു. അപ്പോൾ സഭയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഒരു പക്വതയ്ക്ക് വേണ്ടി ചിലപ്പോൾ സഹനങ്ങളുണ്ടാകും. തീർച്ചയായിട്ടും സഭയിലേക്ക് ഒത്തിരി മക്കൾ കടന്നു വരുമ്പോൾ അവരെ വേദനിപ്പിക്കുന്ന ഒത്തിരി പേരുടെ ഒപ്പം നമ്മൾ ചേർന്ന് നിൽക്കരുത്. ചിലപ്പോൾ നമ്മൾ തിരിച്ചറിയാത്ത ചില തെറ്റിദ്ധാരണകൾ പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒത്തിരി വേദന ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ സ്നേഹമുള്ളവരെ, നമ്മൾ തിരിച്ചറിയുക. 6 കാര്യങ്ങളാണ് അച്ഛൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത്. ഒരു ശുശ്രൂഷകനാകാൻ ഒന്നാമത് വേണ്ടത് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ നമ്മൾ അന്വേഷിക്കണം. ദൈവത്തെ മാത്രമേ ശുശ്രൂഷ ജീവിതത്തിൽ അന്വേഷിക്കാൻ പാടുള്ളൂ. 2, യേശുവിനെ പൂർണ്ണമായിട്ട് ഞാനും നിങ്ങളും അനുഗമിക്കണം. മൂന്നാമത്തത്, അദൃശ്യമായവയെ ലക്ഷ്യം വെക്കണം. അത് വളരെ ഒരു കൃപയാണ്. അദൃശ്യമായ സ്വർഗത്തെ ലക്ഷ്യമാക്കണം. 4, ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തണം നമ്മുടെ ജീവിതം വഴി. 5, ആത്മാവിലൊരു ജ്വലനം നമുക്കുണ്ടാകണം. അവസാനമായിട്ട് സഭയുടെ ഉത്കൃഷ്ടനായി എൻ്റെ കൃപകൾ ഉപയോഗിക്കണം. അവിടെ വരുമ്പോൾ ദൈവത്തിൻ്റെ കൃപ വരും. നമുക്കൊരു നിമിഷം ഒന്ന് കരങ്ങൾ കൂപ്പാം, കൈകൾ കൂപ്പി, കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളായിരിക്കുന്ന ശുശ്രൂഷ പ്രേക്ഷിതരെ ക്രിസ്തുവിന് വേണ്ടി പ്രേക്ഷിത ദൗത്യം ചെയ്യുവാൻ കൃപ നൽകണമേ. ഈ നിത്യജീവൻ്റെ ശുശ്രൂഷ പങ്കെടുക്കുന്ന മക്കൾക്ക് നിത്യജീവൻ ലഭിക്കാൻ ദൈവം തന്നിരിക്കുന്ന ശുശ്രൂഷ പ്രേക്ഷിത ദൗത്യങ്ങൾ കൂടുതൽ ശക്തിപ്പെടുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളുടെ എല്ലാവരുടെയും പ്രേക്ഷിത ദൗത്യത്തിൽ ഉണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.